നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡും പെൻ ഡ്രൈവും ആ ദൃശ്യങ്ങൾ യഥേഷ്ടം കോടതിയിൽ നിന്ന് വെളിയിലേക്ക് പോയി. അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും, ആലുവ എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി കോടതിയിൽ നിന്നും, ഇപ്പം നടക്കുന്ന ട്രയൽ കോടതിയിൽ നിന്നും, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു നേരത്തെ അത്. ആ 3 സ്ഥലത്തുനിന്ന് യഥേഷ്ടം മെമ്മറി കാർഡും പെൻഡ്രൈവും ഒക്കെ തൊണ്ടി സാധനം വെളിയിൽ സഞ്ചരിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയിലെ നിർദ്ദേശപ്രകാരം എറണാകുളം ജില്ലാ ജഡ്ജി, പുതിയ ജില്ലാ ജഡ്ജി അത് അന്വേഷിച്ചു. അതിനകത്ത് സത്യമുണ്ടെന്ന് കണ്ടെത്തി ആ വിവരം ഹൈക്കോടതി കൊടുത്തു. അതിൻ്റെ കോപ്പി തനിക്ക് അവകാശപ്പെട്ടതാണ്. ആ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ കണ്ട് ചോദിച്ചില്ല ജഡ്ജി. അത് എന്താണ് ആ റിപ്പോർട്ട് എന്നറിയാൻ ആഗ്രഹമുണ്ട്, അതിൻ്റെ കോപ്പി വേണം. ഇതിനെ സംബന്ധിക്കുന്ന ഹൈക്കോടതി നിർദ്ദേശം ഇന്നുണ്ടാകുമെന്ന് കരുതുന്നു. അത് ഇന്നത്തെ ദിവസം അതിജീവിതയുടെ ആ ഹർജി കോടതി പരിഗണിക്കുകയാണ്. കോടതി തൊണ്ടി സാധനങ്ങളിൽ ആരെങ്കിലും കൈകടത്തുകയോ ടാമ്പർ ചെയ്യുകയോ ചെയ്താൽ ആരാണ് ഉത്തരവാദി? പോലീസല്ല. പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റചാർജും തൊണ്ടി സാധനങ്ങളും കോടതി ഏൽപ്പിച്ചതാണ്. ആ കോടതിയാണ് അത് സേഫ് കസ്റ്റഡി സൂക്ഷിക്കുന്നത്. പോലീസിന് അതിനകത്ത് റോളില്ല. ട്രയൽ സമയത്ത് ഈ ദൃശ്യം ടാമ്പർ ചെയ്തിട്ടുകൊണ്ട് എന്ന എവിഡൻസ് കോടതി മുമ്പാകെ വന്നു. അതിനെ സംബന്ധിക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പം ജില്ലാ ജഡ്ജി തന്നെ അന്വേഷിച്ചു ഹൈക്കോടതി കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് എന്താണ് നടക്കേണ്ടത്? നമുക്കറിയാം, 2017 ഫെബ്രുവരി 17 നടി പീഡിപ്പിക്കപ്പെട്ടത്. പീഡിപ്പിച്ച ദൃശ്യം പൾസർ സുനി ഷൂട്ട് ചെയ്തിരുന്നു. അതുമായിട്ട് പൾസർ സുനി അവിടുന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹം ഒരു വക്കീലിനെ കണ്ടിരുന്നു. ആ വക്കീലിൻ്റെ കയ്യിൽ ദൃശ്യം കിട്ടിയെന്ന് പോലീസ് കണ്ടപ്പോൾ ആ ദൃശ്യം വക്കീലെ അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ സറണ്ടർ ചെയ്തു. അങ്ങനെയാണ് ദൃശ്യം പോലീസിന് ലഭിക്കുന്നത്, കോടതിക്ക് ലഭിക്കുന്നത്. ആ ദൃശ്യം അത് പെൻഡ്രൈവിലും അതോടൊപ്പം തന്നെ അത് മെമ്മറി കാർഡിലും സൂക്ഷിച്ചവയാണ്. പക്ഷേ അങ്കമാലി കോടതിയിൽ അത് പരിശോധിക്കപ്പെട്ടു. അത് പരിശോധിക്കാൻ പാടില്ല. അവിടുത്തെ ശിരസ്താർ അത് പരിശോധിച്ചു. അവിടുന്ന് കമ്മിറ്റ് ചെയ്ത് ജില്ലാ കോടതിയിലെ പ്രിൻസിപ്പൽ ജില്ലാ കോടതി വന്നപ്പം അവിടുത്തെ അന്നത്തെ ജില്ലാ ജഡ്ജിയുടെ PA അത് പരിശോധിച്ചു. അത് ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് എന്നയാൾ മൊഴി കൊടുത്തിരിക്കുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് വന്ന കമ്മീഷന്റെ മുമ്പാകെ വീണ്ടും അത് വിചാരണ കോടതിയിൽ അവിടുത്തെ ശിരസ്താർ കണ്ടിരിക്കുന്നു. ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് വിചാരണ കോടതി അത് പരിഗണിച്ചില്ല. അതുകൊണ്ട് അത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഹൈക്കോടതി അതിനകത്ത് കൃത്യമായ ഉത്തരവ് പുറപ്പെടുവിച്ചു. എറണാകുളം ഇപ്പോഴത്തെ ജില്ലാ ജഡ്ജി അതേപ്പറ്റി അന്വേഷിക്കാൻ പറഞ്ഞു. ഒരു പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തു. അത് ഫൈനൽ റിപ്പോർട്ടാണെന്ന് ഞാൻ കരുതുന്നു. ആ റിപ്പോർട്ടിൽ അതിനകത്ത് കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് എന്ന് അതിജീവിത ഇപ്പോൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി. ആ റിപ്പോർട്ടിന്റെ കോപ്പി അവർക്ക് ലഭിക്കണം. കോടതിയിലിരിക്കുന്ന തൊണ്ടി സാധനങ്ങൾ ആരെങ്കിലും കൈകാര്യം ചെയ്താൽ ആരാണ് ഉത്തരവാദി? പോലീസല്ല, കോടതി തന്നെ. കോടതി അതിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം യഥാർത്ഥത്തിൽ പോലീസിന് കൊടുക്കാൻ ബാധ്യസ്ഥമായിരുന്നു. അത് ചെയ്തില്ല. അതുകൊണ്ടാണ് അതിജീവിത ഹൈക്കോടതിയിലേക്ക് പോയത്. 2017 ഫെബ്രുവരി 17 ഈ സംഭവം 2017 ഡിസംബറിൽ ഈ കേസിലെ പ്രതിയായ ദിലീപിന്റെ വീട്ടിലെ ടാബിലിട്ട് ഈ ദൃശ്യങ്ങൾ അവിടെ കണ്ടു. ആ കുടുംബാംഗങ്ങളും ദിലീപും കണ്ടു. ആ സമയത്ത് ഒരു ആലുവക്കാരൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് അവരുടെ ഒപ്പം ആ വീട്ടിലുണ്ടായിരുന്ന സംവിധായകൻ P. ബാലചന്ദ്രൻ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ കൂടിയാണ് അത് വെളിയിലോട്ട് വന്നത്. ഈ ദൃശ്യം, കോടതിയിരിക്കുന്ന ദൃശ്യം ദിലീപിന്റെ വീട്ടിലിരുന്ന് കണ്ടു. അയാളുടെ സഹോദരനും ഉണ്ടായിരുന്നു, മറ്റു കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. അതൊരു ടാബ്ലറ്റാണ് കണ്ടത്.
അപ്പം സംവിധായകൻ പി ബാലേന്ദ്രൻ ദിലീപിന്റെ ആത്മസുഹൃത്താണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് അദ്ദേഹം കോടതിയിൽ മൊഴി കൊടുത്തു. ആലുവയെ അയാൾക്ക് പരിചയമില്ലാത്തൊരു ആലുവക്കാരൻ ഒരാള് ആ ദൃശ്യം കാണാനുണ്ടായിരുന്നു. അത് ആരാണ് എന്ന് ഇന്ന് വരെ വെളിവായിട്ടില്ല, പ്രോസിക്യൂഷൻ അറിഞ്ഞുകൂടാ. ഇതിനെ സംബന്ധിക്കുന്ന ഹൈക്കോടതിയുടെ തീരുമാനം തീർച്ചയായിട്ടും കോടതിയിലെ തൊണ്ടി സാധനങ്ങൾ മാറ്റിയാൽ, അതിനെ ടാമ്പർ ചെയ്താൽ അത് കോടതി തന്നെയാണ് അതിൻ്റെ വാദിയായിട്ട് വരേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ അത് ഹൈക്കോടതി വാദഗതി ഉണ്ടാവും. ഹൈക്കോടതിയിൽ നിന്ന് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത് തൊണ്ടി സാധനങ്ങൾ ടാമ്പർ ചെയ്തതിനെ പറ്റി ഒരു അന്വേഷണം, അതൊരു IG റാങ്കിലുള്ള ഒരാളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അങ്ങനെ ഒരു ഉത്തരവിടാതിരിക്കാൻ ഹൈക്കോടതിക്ക് കഴിയില്ല. തൊണ്ടി സാധനം ടാമ്പർ ചെയ്തു എന്നുള്ള പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതി കിട്ടിക്കഴിഞ്ഞു. അത് ടാമ്പർ ചെയ്ത ആൾക്കാരെ ഏകദേശം അറിയാം. ദിലീപിന്റെ കൈ കിട്ടിയ ദൃശ്യം അതിനെയും കണ്ടെടുക്കണം. അത് കണ്ടെടുക്കാൻ തൊട്ടു മുമ്പ് ദിലീപ് ആ വീട്ടിൽ ടാബിൽ കണ്ട സാധനം അദ്ദേഹത്തിൻ്റെ സഹോദരൻ അത് തൻ്റെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2017 ഡിസംബറിൽ അത് മായ്ച്ചു കളഞ്ഞു, ബോംബെ കൊണ്ടുപോയി. അത് പോലീസ് ഇപ്പോൾ റിട്രീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏതായാലും ദൃശ്യം ദിലീപിൻ്റെ കയ്യിലെത്തി എന്നുള്ള എവിഡൻസായി. ഇതിന് ഈ രീതിയിലുള്ള ആ ദൃശ്യങ്ങളും മെമ്മറി കാർഡും പെൻഡ്രൈവും ഒക്കെ ആര് കൈകാര്യം ചെയ്തു, അവർ പ്രതിയാകും സ്വാഭാവികമായിട്ട്. അത് ആരുടെ ഉത്തരവനുസരിച്ചാണ് ചെയ്തത്, അവരും പ്രതിയാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ട് ട്രയൽ കോടതി ഇതേപ്പറ്റി ഒരു അന്വേഷണം നടത്താതെ ആ കാര്യം വിട്ടുകളഞ്ഞു? അതിനെ സംബന്ധിച്ച് അതിജീവിത ഇപ്പം കോടതിയിൽ വാദിക്കും, കേസ് രജിസ്റ്റർ ചെയ്യണം. തൊണ്ടി സാധനം വളരെ വൈറ്റലാണ് ഈ കേസിനെ സംബന്ധിച്ച്. അതിൻ്റെ ബേസിലാണ് ഈ കേസ് ബിൽഡ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോലീസ് കുറ്റച്ചാർജ് കോടതിയിൽ ഹാജരാക്കിയത്. ആ തൊണ്ടി സാധനത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ കേസിന് അത് വലിയ ദൂഷ്യം ചെയ്യും. അതുകൊണ്ട് ആ കാര്യം മാറ്റം ചെയ്തു, അല്ലെങ്കിൽ ടാമ്പർ ചെയ്തു, അല്ലെങ്കിൽ വേറെ പലരും കണ്ടു എന്ന് എവിഡൻസ് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഹൈക്കോടതിക്ക് ഇന്ന് ഉത്തരവ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ. അങ്ങനെ ഒരു ഉത്തരവ് വന്നാൽ ആ കേസിൻ്റെ ട്രയല് കണ്ടിന്യൂ ചെയ്യണമോ അത് മാറ്റി വെക്കണമോ, അതോ രണ്ടാമതൊരു കുറ്റച്ചാർജ് ട്രയൽ കോടതി കൊടുത്താൽ മതിയോ എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഇനി വെളിയിലോട്ട് വരും. ഏതായാലും വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ് ഇന്ന്. നടിയെ സംബന്ധിച്ചിടത്തോളം, ദിലീപിനെ സംബന്ധിച്ചിടത്തോളം, പൾസർ സുനിയെ സംബന്ധിച്ചിടത്തോളം, പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം, ദിലീപിൻ്റെ അഡ്വക്കേറ്റ്സുമാരെ പിന്നെ സംബന്ധിച്ചിടത്തോളം. ഇതിനകത്ത് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ടാമ്പറിങ്ങിൻ്റെ എവിഡൻസ് ആണ് കോടതിയിൽ കൃത്യമായി സൂക്ഷിച്ചിരിക്കുന്ന, വളരെ സീക്രട്ടായ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു തൊണ്ടി സാധനം ടാമ്പർ ചെയ്ത് അത് വികലമാക്കി, അത് എവിഡൻഷ്യറി വാല്യൂ കുറച്ചു. ആ ഭാഗമാണ് ഇനി കണ്ടെത്തുന്നത്. അത് തന്നെയാണ് ദിലീപ് കേസിൻ്റെ ഏറ്റവും പരമപ്രധാനമായ എവിഡൻസ്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഇന്നത്തെ ഉത്തരവ് വളരെ സുപ്രധാനമാണ്. ആ ഉത്തരവ് വന്ന ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ തന്നെയാണ് ഹൈക്കോടതി ഉത്തരവ് എങ്കിൽ ഈ കേസിൻ്റെ ഭാഗം തന്നെയാണ്, ട്രയലിൻ്റെ ഭാഗം തന്നെയാണ് ആ ഇനി കണ്ടെത്താൻ പോകുന്ന ഭാഗം തൊണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ട്രയൽ നിർത്തിവെച്ച് ആ കോടതിയിലെ അന്വേഷണം ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് പുതിയ കേസിലെ അന്വേഷണം പൂർത്തിയാക്കുന്നതും വരെ ട്രയൽ നിർത്തിവെക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ കോടതിയും ആരാണ് അതിനകത്ത് ഉൾപ്പെട്ട ശിരസ്താരും അവരുടെ ജഡ്ജിമാർ ആരൊക്കെയാണ്, അവരൊക്കെ ഏത് പൊസിഷനിൽ ഇരുന്നാലും ശരി അവരും ഇതിനകത്ത് ഉത്തരവാദികളാണ്. അവരും പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.